ഏറ്റവും ഹോപ്പ്ഫുള്ളായിട്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു നല്ല ഡിസിഷനിലേക്ക് നല്ലൊരു ആഗ്രഹത്തിലേക്ക് എത്താൻ 2021 ഒക്ടോബറിൽ ഇനിയുള്ള യാത്രകളൊക്കെ തികച്ചും ഒറ്റയ്ക്കും പുതിയതുമാക്കാവുന്ന തീരുമാനത്തോടെ വിർജിൻ അറ്റ്ലാന്റിക് ഫ്ലൈറ്റിൽ UK എനിക്കറിയില്ലായിരുന്നു ഈ വഴികളും റോഡ് സിഗ്നൽസും റൂൾസും ഒക്കെ കുറേയൊക്കെ ലൈഫിലും ആപ്ലിക്കബിൾ ആയിരിക്കുമെന്ന്. എപ്പോഴും വിജിലൻ്റ് ആൻഡ് കോൺഷ്യസ് ആയിരിക്കണം. ഏത് റോട്ടിലും പുതിയൊരു ഹസാർഡ്സ് എപ്പോഴും പ്രതീക്ഷിക്കണം. ഒരിക്കലും ഒരിടത്തും വെയ്സ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇല്ലാതെ യാത്ര ബുദ്ധിമുട്ടാണെന്നും എവിടെ ചെല്ലണമെങ്കിലും നല്ല ദൂരമുണ്ടെന്നും പിന്നെ നമ്മുടെ നാട്ടിലെ കിലോമീറ്റേഴ്സ് ഇവിടെ മൈൽസ് ആയെന്നും മൈൽസ് ടു ഗോ ഓൾവേസ് റൈറ്റ് ആണെന്നും പിന്നെ റൗണ്ട് ബോട്ട്സിൽ എങ്കിലും നമ്മൾ റൈറ്റ് സൈഡ് പരിഗണനകളും അതുപോലെ ജംഗ്ഷനിൽ ആയിക്കഴിഞ്ഞാലോ സ്ലോ ഡൗൺ ആൻഡ് സ്റ്റോപ്പ് ഇഫ് നീഡഡ്. എന്നാൽ ചില പ്ലേസസിൽ നിർത്താനേ പാടില്ല. നിർത്തിയാലോ ഫൈനും പെനാൽറ്റിയും പുറകിൽ. ഹോൺ അടിച്ചൊന്നും ഇവിടെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. ഒരിക്കലും മദ്യപിക്കാനോ അതേസമയം ഓവറായിട്ട് ഡ്രൈവ് ചെയ്ത് റഷ് ചെയ്ത് പോകാനോ ഒന്നും ഇവിടെ ആരും ശ്രമിക്കാറില്ല. എല്ലാത്തിലും സമാധാനത്തോടെ പോകാൻ. എന്നാൽ മോട്ടോർ വേയിൽ പോകണമെങ്കിലോ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് നേരത്തെ കൂട്ടണം. എങ്കിൽ മാത്രമേ നമുക്കൊന്ന് സിങ്കായിട്ട് സ്പീഡ് നമുക്ക് കോപ്പപ്പ് ചെയ്ത് മറ്റുള്ള വണ്ടികൾക്ക് ഒന്നും അപകടങ്ങളുണ്ടാക്കാതെ പോകാൻ പറ്റത്തുള്ളൂ. അവിടെയും ഓവർടേക്കിങ്ങും ഹിറ്റ്സും ഇൻസിഡൻസും ആക്സിഡൻസും ഒക്കെ ഉണ്ടാവും. പക്ഷേ ക്ഷമ എപ്പോഴും വേണം. ഉറക്കം വന്നാൽ ബ്രേക്സ് എടുക്കണം. ഒരുപാട് സർവീസ് റെസ്റ്റിംഗ് അവൈലബിൾസ് ആയിരിക്കും പോകുന്ന വഴികളിലൊക്കെ. ഇതൊക്കെ വളരെ കുറച്ച് നോളജ് മാത്രമാണ്. ഇനിയും ഒരുപാട് പരസ്പരം മനസ്സിലാക്കി പോകുന്ന ഓരോ യാത്രകളിലും നമ്മളെ സഹായിച്ചവരുണ്ട്. സ്ലോ ഡൗൺ ചെയ്ത് നമ്മളെ മുൻപിൽ കയറ്റിയവരുണ്ട്. എന്നാൽ മത്സരിച്ചവരുണ്ട്. ഓരോ മാനസികാവസ്ഥയിൽ പല പല മുറുമുറുപ്പുകൾ പ്രകടിപ്പിച്ചവരുണ്ട്. അവസാനം വരെ നമുക്ക് വേണ്ടി കാത്തിരുന്നവരുണ്ട്. അങ്ങനെ നോക്കിയാൽ ലൈഫും ഇതുപോലെയൊക്കെ തന്നെയല്ലേ. ഡ്രൈവ് സേഫ്, ടേക്ക് റെസ്റ്റ്, സ്ലോ ഡൗൺ, റോഡ് ക്ലോസ്ഡ് അഹെഡ്, ആക്സിഡൻറ്റ്സ് ഓഫ് ഫ്ലഡ്സ് വാർണിംഗ്, പോലീസ് റിപ്പോർട്ടഡ് അഹെഡ്, പോത്ത് ഹോൾ ഇൻ 1 മൈൽ, ഹാവ് എ സേഫ് ജേർണി എന്നിങ്ങനെ പല പല സൗണ്ട്സും ഓരോ യാത്രകളിലും നമുക്ക് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്തുണ്ടാകുന്ന ഡിലേയ്സ്, ആക്സിഡൻറ്റ്സ്, എമർജൻസീസ് ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. ലൈഫും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മുടെ കൺട്രോളിലല്ലാത്ത കുറേ കാര്യങ്ങൾ, പക്ഷേ നമ്മുടെ കൺട്രോളിലും നമുക്ക് വേണ്ടിയിട്ടും കാത്തിരിക്കുന്ന കുറേ മനുഷ്യന്മാർ, നമ്മൾ നിന്ന് പോയ കുറേ സ്ഥലങ്ങൾ, അവിടുത്തെ ഓർമ്മകൾ, അവിടുത്തെ നിയമങ്ങൾ, എന്താ പറയുക, നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മൾ ആദ്യം വന്ന സ്ഥലം ഒക്കെ നമ്മളിതൊക്കെ വിട്ടു പോകുമ്പോൾ വീണ്ടും ഈ ഒരു കുറേ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഈ യാത്രകളിൽ നമ്മളായി തന്നെ മെൽറ്റായി പോകുന്ന കുറേ കാര്യങ്ങൾ അവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഹാപ്പിനെസ്സാണ്. അതുപോലെ ഞാൻ UK വന്നിട്ട് ആദ്യം നിന്നിരുന്ന ഹോമും അതുപോലെ തന്നെ അങ്ങോട്ടുള്ള റൂട്ടാണ്. ഈ റൂട്ടിൽ കൂടെ ഒരു എത്ര മൈൽസ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്നൊരു സമാധാനം അത് വേറെ ഒന്നാണ്. പക്ഷേ ലൈഫ് ലോങ് എനിക്കിവിടെ തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു ഉറപ്പുണ്ട്. എന്നാൽ എൻ്റെ ലൈഫ്, എൻ്റെ ഗ്രോത്ത്, എൻ്റെ കരിയറിന് വേണ്ടിയിട്ട് എനിക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ. കാരണം തിരിച്ച് നോക്കുമ്പോൾ എന്നെ ഇവിടെ കുറച്ചുകൂടെയൊക്കെ ബോൾഡാക്കാൻ, ഇവിടുത്തെ ഈ രാജ്യത്തെ കുറച്ച് കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ, എങ്ങനെ നിൽക്കണം, സ്ട്രോങ് ആവണം, കുറച്ചുകൂടെയൊക്കെ എന്നെ ഈ ലാംഗ്വേജ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ഈ ഒരു സ്ഥലം, ഈ ഒരു വഴികൾ, ഈ ഒരു കുറച്ച് റൂൾസൊക്കെ ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഐ ഗ്രോൺ അപ്പ് ദ